ദൈവത്തിൻ്റെ അത് പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനുഷ്യൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട ചില തെറ്റുകളിൽ ഒന്ന് എന്ന് പറയുന്നത് സ്വന്തം ചിന്തകളിലും സ്വന്തം കഴിവുകളിലും സ്വന്തമായിട്ട് കൈപ്പണിയായി സൃഷ്ടിച്ച കരിയാദികളിലും ആശ്രയിക്കുക, അതിനെ അല്ലെങ്കിൽ അതിൽ പ്രകാരം മുന്നോട്ട് പോവുക എന്നതാണ് പലപ്പോഴും മനുഷ്യന് ഇന്നത്തെ സാഹചര്യത്തിൽ പറ്റുന്ന ചില തെറ്റുകളിൽ ഒന്ന്. ഇവിടെ അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം അതിൻ്റെ 41-ാമത്തെ വാക്യം നമ്മൾ പഠിപ്പിക്കുന്നു. ഇങ്ങനെയാണ്: അന്നേരം അവൻ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ആ ബിംബത്തിന് ബലി കഴിച്ചു, തങ്ങളുടെ കൈപ്പണിയിൽ ഉല്ലസിച്ചു കൊണ്ടിരുന്നു, ദൈവവും പിന്തിരിഞ്ഞു. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, ഇസ്രായേൽ ജനം ഒരു കാളക്കുട്ടിയെ നിർമ്മിച്ച് സ്വന്തമായിട്ട് തങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ആഭരണങ്ങൾ വെച്ച് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി സ്വന്തം കൈപ്പണിയായ ആ വസ്തുവിൽ ആർത്ത് ഉല്ലസിക്കുന്ന ഒരു ജനത്തെ അവിടെ കാണുവാൻ കഴിയുന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തിലും സ്വന്തം സൃഷ്ടികളിലും സ്വന്തം കഴിവുകളിലും അമിതമായിട്ടുള്ള ഒരു ആത്മവിശ്വാസവും അല്ലെങ്കിൽ അതിനെ ഓർത്ത് അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ അത് നാം മനസ്സിലാക്കുക, അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് പ്രതിസന്ധിയും പ്രതികൂലവും അതല്ലെങ്കിൽ നാശത്തിന്റെ അനുഭവമാണ് എന്ന് നാം മനസ്സിലാക്കുക. മനുഷ്യൻ സ്വന്തമായിട്ട് ജ്ഞാനിയാണ് എന്ന് തോന്നുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അവിടെ വചനം പഠിപ്പിക്കുന്നു, ഒരുവന് തൻ്റെ വഴി ചൊവ്വായി തോന്നുന്നു, അതിൻ്റെ അവസാനമോ നാശകരമത്രേ എന്ന് വചനം പഠിപ്പിക്കുന്നു. ഒരുവന് തൻ്റെ വഴി ചൊവ്വാണ്, തൻ്റെ സൃഷ്ടി, താൻ ഉണ്ടാക്കിയ ഈ ഒരു സൃഷ്ടി ഏറ്റവും ശ്രേഷ്ഠമാണ്, ഏറ്റവും വലുതാണ്, അല്ലെങ്കിൽ ഈ തരത്തിൽ താൻ കണ്ടുപിടിച്ച ഈ കണ്ടുപിടുത്തങ്ങൾ ഇതെല്ലാം വലുതാണ് എന്ന് ചിന്തിക്കുന്ന ഒരു അനുഭവം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം അല്ലാതെ ഒരു കാര്യവും വലുതായിട്ടില്ല എന്നതാണ്. നമ്മുടെ ഈ ലോകത്തിൽ സകലവും ദൈവം സൃഷ്ടിച്ചവയാണ്. ദൈവ സൃഷ്ടിയിൽപ്പെട്ടതാണ് ഈ കാണുന്ന ഓരോ കാര്യാദികളും. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഭൂമിയിലാക്കി അതിന് അനുസൃതമായിട്ടുള്ള കാര്യങ്ങളെ ദിനം പ്രതി മനുഷ്യന് ജീവിക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ദൈവം ഓരോ ഘട്ടത്തിലും മനുഷ്യന് നൽകിക്കൊണ്ടേയിരുന്നു എന്ന് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. എന്നാൽ മനുഷ്യൻ തൻ്റെ കഴിവുകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്, സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ എല്ലാം സംഭവിച്ചത് തൻ്റെതായിട്ടുള്ള ഒറ്റ പ്രയത്നം കൊണ്ടാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ കഴിയും. ഇതിൻ്റെ ഒരു ഏറ്റവും ആഴമായ ഒരു തലം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആ ഒരു പ്രവൃത്തി മനുഷ്യരിൽ നിന്ന് മാറിപ്പോകും എന്നതാണ്. മനുഷ്യൻ സ്വന്തം കഴിവിലും സ്വന്തം നീതിയിലും സ്വന്തം കണ്ടുപിടുത്തങ്ങളിലും മാത്രം ആശ്രയിച്ച്, സ്വന്തം ബുദ്ധിയിലും ജ്ഞാനത്തിലും മാത്രം ആശ്രയിച്ച് പോകുമ്പോൾ ഒരു ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി അവിടെ വെളിപ്പെട്ടു വരികയില്ല എന്നതാണ്. ഇവിടെ നാം വായിച്ചു കേട്ട കുറിവാക്യത്തിൻ്റെ അവസാനത്തെ ഭാഗത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, ദൈവം പിന്തിരിഞ്ഞു എന്ന ഒരു ഭാഗം അവിടെ പഠിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവിടെ എന്തുകൊണ്ട് ദൈവം പിന്തിരിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ദൈവത്തിന് പകരമായിട്ട് അല്ലെങ്കിൽ ദൈവത്തെക്കാൾ വലുതായിട്ട് അവർ സ്വന്തം കൈപ്പണിയിൽ ഉണ്ടാക്കിയ ആ കാളക്കുട്ടിയെ അവർ ആരാധിച്ച് അതിന് ഏറ്റവും വലിയ സ്ഥാനം കൊടുത്തു എന്നതുകൊണ്ട് തന്നെ ദൈവം പിന്തിരിയുന്ന ഒരു അനുഭവം കാണുവാനായിട്ട് കഴിയുന്നു. നാം പലപ്പോഴും ഇങ്ങനെയുള്ള ഒരു സാഹചര്യം, ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ദൈവം ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും അത് അവസാനം നാശത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു പോകും എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ദൈവമില്ലാതെ ഒരു ദൈവ പൈതലിന് മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല. ദൈവത്തെ അറിഞ്ഞ ഒരു വ്യക്തി ഒരിക്കലും ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് അവന് സമാധാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ജീവിക്കുവാനായിട്ട് കഴിയുകയില്ല എന്ന് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇസ്രായേൽ ജനം എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയും. ഇവിടെ സദൃശ്യവാക്യങ്ങൾ അതിൻ്റെ 3-ാമത്തെ അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. അവിടെ പറയുകയാണ്, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. സ്വന്തം ജ്ഞാനത്തിലും സ്വന്തം കണ്ടുപിടുത്തങ്ങളിലും സ്വന്തമായിട്ടുള്ള കഴിവുകളിലും നാം പൂർണ്ണമായിട്ടും അടിസ്ഥാനം അല്ലെങ്കിൽ ആശ്രയം വയ്ക്കരുത് എന്ന് വചനം പഠിപ്പിക്കുന്നു. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. അതിൻ്റെ അടുത്ത ഭാഗം പറയുകയാണ്, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചു കൊള്ളുക. നമ്മുടെ എല്ലാ പാതകളിലും ദൈവത്തിനെ നനച്ച് ദൈവഹിതമാണോ എന്ന് നോക്കി മുന്നോട്ട് പോകേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അതിൻ്റെ ഒരു പ്രതിഫലം എന്ന് പറയുന്നത് അവസാനത്തെ ഭാഗത്തിൽ പറയുന്നു, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. അങ്ങനെ നാം കടന്നു പോകുമ്പോൾ
നമ്മുടെ പാതകളെ അവൻ നേരെയാക്കിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ തടസ്സങ്ങളായിരിക്കാം, പ്രതിസന്ധികളായിരിക്കാം. സ്വന്തം കഴിവിൽ ആശ്രയിച്ച് നാം പോകുമ്പോൾ തടസ്സങ്ങൾ, പ്രതിസന്ധികൾ, അതിനെ നല്ല രീതിയിൽ ക്രമീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കാതെ പോകും. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, ദൈവഹിതത്തിൽ, ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ദൈവഹിതത്തിന് ഒത്തവണ്ണമാണ് നാം മുന്നോട്ട് പോകുന്നതെങ്കിൽ അവിടെ വചനം പഠിപ്പിക്കുന്നത് പോലെ ആ പാതകളെ നേരെയാക്കുവാൻ, നേർവഴി ആയി അല്ലെങ്കിൽ നേർവഴിക്ക് നടത്തുവാൻ ദൈവത്തിന് സാധിക്കും എന്നതാണ്. അപ്രകാരം തന്നെ ദൈവഹിതത്തിനൊത്തവണ്ണം സ്വന്തം കഴിവിലും സ്വന്തമായ കൈപ്പണിയായി സൃഷ്ടിച്ച സൃഷ്ടികളിലും ആശ്രയിക്കാതെ വണ്ണം നാം ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.